ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ? നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ എങ്ങനെ തുരത്തി ഓടിക്കാം? എന്താണ് പോസിറ്റീവ്? എന്താണ് നെഗറ്റീവ്? നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? എന്താണ് പോസിറ്റീവ്? ഒരാളുടെ നന്മ പറയുന്നതാണ് പോസിറ്റീവ്. ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാ എന്ന് പറയുന്നതാണ് പോസിറ്റീവ്, അല്ലേ? ഒരാൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ്, അത് കൊള്ളത്തില്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ്, അല്ലേ? ചില ആൾക്കാർ എന്ത് നമ്മൾ ചെയ്താലും നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. ഇതെന്താ അങ്ങനെ? അത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ചില ആൾക്കാർ അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അത് ശരിയായിട്ടില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. ഉള്ള ആൾക്കാരാണ് നെഗറ്റീവ് പറയുന്നവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ ത്വരണം ചെയ്യാം നമുക്ക് അവരെ? നമ്മൾ എന്താ പറയാ, എന്ത് ചെയ്താലും നമ്മൾ അവരോട് ചോദിക്കും, അല്ലെ? ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്ത് ചെയ്താലും അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്ത് ചോദിച്ചാലും അവർ നെഗറ്റീവ് ചിന്തിക്കുള്ളൂ, നെഗറ്റീവാണ് പറയുള്ളൂ. നീ ചെയ്ത് ശരിയായില്ല, നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും, അല്ലേ? നമ്മുടെ കഴിവ് നമുക്കറിയാം. നമുക്ക് പാടാനുള്ള കഴിവുണ്ടോ? വരയ്ക്കാനുള്ള കഴിവുണ്ടോ? അതോ കുക്കിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടോ? നമുക്ക് ഓരോ കഴിവുകളുണ്ട്, അല്ലേ? എല്ലാവർക്കും ഓരോ കഴിവ് പടച്ചവൻ തന്നിട്ടുണ്ട്, അല്ലേ? ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നമ്മൾ നമ്മുടെ കഴിവ് ഉറങ്ങിക്കെടുത്താൻ പാടില്ല. എന്താ പറയുക, നമ്മളത് മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് ഫസ്റ്റ് കോൺഫിഡൻറ്റ് വേണ്ടത് നമുക്ക് തന്നെയാണ്. നമുക്ക് ഒരു വിശ്വാസം വേണം. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ലൈഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഏത് കാര്യമാണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ആണ് മുഖ്യം. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ്, അല്ലേ? സ്വന്തമായിട്ട് ഒരു മനുഷ്യന് തീരുമാനം എടുക്കാനുള്ള കഴിവ് എന്നാണോ ഒരു മനുഷ്യന് വരുന്നത്, അന്നേരമാണ് അവന് കോൺഫിഡൻ്റ് ആവുള്ളൂ, അവൻ വിജയിക്കുകയുള്ളൂ, അല്ലേ? അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾക്ക് പ്രായപൂർത്തിയായി, 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി, അല്ലേ? അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ എന്താ പറയുക, നല്ലതാണെങ്കിൽ കേൾക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ നല്ലതാണെങ്കിൽ നമുക്ക് കേൾക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടും അവർ എന്താ പറയുക, തെറ്റാണ് പറയുന്നത്. അത് ന്യായീകരിക്കാതെ അവരുടെ സ്വന്തം കാര്യം മാത്രം ന്യായീകരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം തെറ്റായിട്ട് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പിന്നെ അവരുടെ പുറകെ പോകാൻ പാടില്ല. അവരോട് ചോദിക്കാൻ പാടില്ല, അല്ലേ? അവരുടെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ അറിവ് നേടേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് നമുക്ക് നമ്മുടേതായ കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ ശരി നമ്മളാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ അവരല്ല. അപ്പോൾ ഈ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാർ നെഗറ്റീവ് മാത്രമാണ് പറയുന്നതെന്ന് ചിന്തിച്ചാൽ പിന്നെ അവരുടെ അടുത്തേക്ക് പോവേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഇത്. എന്ത്? അതാണ് ഒരു പോയിന്റ്. നമ്മൾ പിന്നെ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ നെഗറ്റീവ് കണ്ടെത്തി നമ്മളെങ്ങനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവർക്കറിയാം അവരുടെ പുറകെ നമ്മൾ ചെല്ലുമെന്ന്. അപ്പോൾ എന്താ ചെയ്യുക? ഒരിക്കലും അവരുടെ പുറകെ പോവാതിരിക്കുക. അപ്പോൾ നമ്മൾ പാതി വിജയിച്ച്, അല്ലേ? പാതി വിജയിച്ചു. അവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ പാതി വിജയിച്ചു. നെഗറ്റീവ് പറയുന്നവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ പാതി വിജയിച്ചു. ബാക്കി പാതി ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കഴിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പുറത്ത് കാണിക്കണം എന്ന് പറയും, അല്ലേ? മറ്റുള്ളവരിലേക്ക് പുറത്ത് കാണിക്കണം. മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ നമ്മുടെ കഴിവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവം ഓരോ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്, അല്ലേ? അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം, അല്ലേ? ലൈഫിലാണെങ്കിലും ഒരു വരയ്ക്കണ കാര്യത്തിലാണെങ്കിലും പടം വരയ്ക്കണ കാര്യത്തിലാണെങ്കിലും പാട്ട് പാടുന്ന കാര്യമായാലും ബിസിനസ് ആണെങ്കിലും നമുക്ക് നമ്മുടേതായ ഇതുണ്ടല്ലോ. നമ്മുടെ കഴിവ് നമ്മൾ പ്രോത്സാഹപ്പെടുത്തണം, വിജയിക്കണം. അപ്പം മറ്റുള്ളവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ലൈഫ് വിജയിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും ലൈക്കും ഹൈപ്പും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.